ഹലോ, ഇതൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ കണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. വീഡിയോ കണ്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ. ഇത് ഒരു ഇതിൻ്റെ പേരെനിക്കറിയില്ല. വെള്ള കൊലകൊലയായി പൂണ്ടാവുന്ന ഒരു ചെടിയാട്ടോ. കണ്ടില്ലേ, പൂത്ത് നിൽക്കുന്ന. മഴയൊന്നും അവർക്കൊരു പ്രശ്നവും കേട്ടോ. ഇതിൻ്റെ ഓരോരോ ചെടികളും ഞാൻ 20 രൂപയ്ക്ക് തരും കേട്ടോ. എൻ്റെ അടുത്ത് കുറേ തൈകളുണ്ട്. എനിക്കിത് സ്ഥലമില്ല, ഇനി കൂടുതൽ സ്ഥലത്ത് വെക്കാൻ മാത്രം സ്ഥലമില്ല. അപ്പോൾ ഞാൻ എല്ലാം കൊടുത്ത് തീർക്കാൻ പോവാണ്. 20 രൂപയാണ്. മഴയത്തൊക്കെ നിറയെ പൂവുണ്ടാകും. ഇവിടെ വെള്ളം വന്ന സ്ഥലമാണ്, എന്നിട്ടും കൂടെ നിറയെ പൂ കണ്ടില്ലേ. ഇത് കുറ്റിമുല്ലേൻ്റെ തൈയാണേ. നല്ല റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാട്ടോ. 20 രൂപയ്ക്ക് ഓരോരോ തൈ തരും കേട്ടോ. ഇതിന് വലിയ തൈ വേണമെങ്കിൽ അതും ഉണ്ട്. പൂ ഇട്ടുകൊടുക്കുന്ന തൈ അതിന് 40 രൂപയാണേ. ഇത് 25 രൂപയാണ് കേട്ടോ. നല്ല ക്രോട്ടൺ ചെടി കേട്ടോ. നല്ല വെയിലത്ത് വെക്കണം. വെയിൽ മാത്രം മതി, കുറച്ച് വെള്ളവും കൊടുത്താൽ മതി വേനലിൽ. ഇത് നല്ല ഭംഗിയുള്ളൊരു ക്രോട്ടൺ ചെടിയാണ് കേട്ടോ. ഇതിന് 40 രൂപയാണേ. നല്ല ഭംഗിച്ചാൽ നല്ല ഭംഗി. ആ ചുവപ്പ് നിറം നന്നായിട്ടുണ്ടാവും. കുറച്ച് നല്ല വിലയുള്ള ചെടിയാണ് ഇത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്, ചെറിയ തൈയാണ്. ഇതിൻ്റെ ഓരോരോ ചെടിയും ഇതും 25 രൂപയാണ്. ക്രോട്ടൻ്റെ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കൊരു ചട്ടിയിലൊക്കെ ബുഷായി വെച്ചാൽ നല്ല ഭംഗിയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ക്രോട്ടനാട്ടോ. ഓരോരോ തൈയും ഞാൻ 25 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇതൊരു ബുഷായി വെച്ചാൽ നല്ല ഭംഗിയാണ്. ഇത് മിനിയേച്ചർ തെച്ചീൻ്റെ തൈയാണേ. ഇത് ഓരോരോ തൈകളും ഞാൻ 20 രൂപയ്ക്ക് നൽകും കേട്ടോ. കുറേ തൈയുണ്ട് ഇതിൽ. ഫ്രൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് കേട്ടോ. ഫ്രൂട്ട് കണ്ടില്ലേ, കവറിൻ്റെ അടിയിൽ കൂടെയും കൂടെ വന്നിട്ടുണ്ട്. ഇത് അരേലിയാണ് കേട്ടോ. അരേലിയൻ്റെ ഒരു വെരിഗേറ്ററാണ്. ഇത് റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഇതിനും 25 രൂപയാണ്. നല്ല ഭംഗിയാണ് ചട്ടിയിൽ വെച്ചാൽ. ഇത് നല്ല ഭംഗിയുള്ളൊരു ക്രോട്ടനാട്ടോ. ഇതിന് മഞ്ഞയില നിറയും ഇതിലിങ്ങനെ. ഇതിനും 40 രൂപയാണ്. നല്ല വലിയ ഇലയാണ്, മഞ്ഞ ഇല നിറഞ്ഞ് നിൽക്കുന്ന. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നമുക്കൊരു ചട്ടീനകത്ത് വെച്ചാൽ കുറച്ച് വലുതാവുന്നതിനനുസരിച്ച് നല്ല ഭംഗി. ഇത് അഗ്ലോണിമേൻ്റെ സാധാ അഗ്ലോണിമേൻ്റെ തൈയാണ്. ഇത് 25 രൂപയ്ക്ക് ഓരോരോ തൈ നൽകും കേട്ടോ. അതിൻ്റെ ലീഫ് കണ്ടില്ലേ, സാധാ അഗ്ലോണിമയാണ്. എന്നിട്ടും അതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ. കുറേ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇത് അഗ്ലോണിമേൻ്റെ തന്നെ ഒരു ടൈപ്പ് അഗ്ലോണിമ കേട്ടോ. ഈ അഗ്ലോണിമേൻ്റെ തൈ ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. ഈ തൈ ഞാൻ 25 രൂപയ്ക്ക് തരും കേട്ടോ. ഇനി 15 രൂപേൻ്റെ 20 രൂപേൻ്റെ ഇതിൻ്റെ തൈ വേണമെങ്കിൽ അതുണ്ട്. ഇതിലും വലിയ തൈ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അതിന് 50 രൂപയും 40 രൂപയൊക്കെയാണ്. ഇതൊരു വയലറ്റ് പൂ ഉണ്ടാകുന്നൊരു ചെടിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് ഞാൻ ഒരു തൈ 25 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത് നല്ലൊരു വിലയുള്ള അഗ്ലോണിമയാണ്. ഈ അഗ്ലോണിമേൻ്റെ ഈ തൈ 40 രൂപയ്ക്ക് നൽകും കേട്ടോ. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വയ്ക്കാം. ഇത് ഓറഞ്ച് കളർ ചെമ്പരത്തീൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. പൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തൈയാട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ് കാണാൻ. 50 രൂപയാണ് അതിൻ്റെ തൈക്ക്. ഇത് റോസ് തെച്ചിയാണ്, കൊലകൊലയായിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു തൈക്ക് ഞാൻ 20 രൂപയാണ് വാങ്ങിക്കുന്നത്. ഇത് ആടലോടകമാണ് കേട്ടോ. ചെറിയ ആടലോടകം പറയും. കുട്ടികൾക്ക് ശ്വാസം മുട്ടും ചുമയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ഇല വാട്ടി നീര് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. കഫക്കെട്ടൊക്കെ ഉള്ളതിന് നല്ല. ഇത് 40 രൂപയ്ക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള തൈ നിങ്ങൾക്ക് നൽകും. ഇത് കുട്ടികളുള്ള വീട്ടിൽ ഇങ്ങനത്തെ ഒരു ചെടി വേണം കേട്ടോ. ഇത് ലക്കി ബാമ്പുവിൻ്റെ വലിയ തൈയാണേ. ഈ വലിയ തൈ ഞാൻ 40 രൂപയ്ക്ക് തരും. പിന്നെ ഈ തൈൻ്റെ ഈ ചെറിയ തൈ 20 രൂപയ്ക്ക് നൽകിയ. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വയ്ക്കാം കേട്ടോ. ഇത് സിങ്കോണിയാണ്, നല്ല ഭംഗിയുള്ളൊരു സിങ്കോണിയാണ്. ഇത് 25 രൂപയ്ക്ക് ഇത്രയും നൽകും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈയാണ്. ഇത് ഒരു ക്രോട്ടൺ ചെടീൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. 25 രൂപയ്ക്ക് നൽകും കേട്ടോ. ഈ തൈ നല്ല ഭംഗിയാണ്. നല്ല വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് ചുവപ്പ് കളറാവും കേട്ടോ. ഈ മഞ്ഞ ഇതിൻ്റെ തൈയും 25 രൂപ തന്നെയാണ്. അതും ഒരു ക്രോട്ടൺ ചെടിയാണ്. നല്ല ഭംഗി. നല്ല വെയിലത്ത് വെക്കണം ക്രോട്ടൺ ചെടി. വേനൽക്കാലത്ത് ഇത്തിരി വെള്ളം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇത് ഡിഫൻ ബാച്ചിയേൻ്റെ തൈകളാണ്. 20 രൂപയ്ക്ക് ഓരോരോ തൈകളും നൽകും കേട്ടോ. 20 രൂപയ്ക്കും 15 രൂപയ്ക്കൊക്കെ നൽകും. വലുപ്പത്തിനനുസരിച്ച് നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ലീഫ്
ഇത് ഡിഫൻബാച്ചിയൻ്റെ വേറൊരു ഇതാണ്, വേറൊരു ലീഫാണ്. 40 രൂപയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ തരും കേട്ടോ. ഇതിൻ്റെ ചെറിയ തൈ ഉണ്ട് കേട്ടോ, അത് 20 രൂപയ്ക്ക് നൽകേ. നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ. നമ്മളൊരു നല്ലൊരു പോട്ടിലൊക്കെ വെച്ചാൽ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വെക്കാം നമുക്ക്. ഇത് എപ്പീഷ്യൻ്റെ പിങ്ക് കളർ പൂവുണ്ടാവുന്നതാണ്. ഇത് റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഓരോ തൈകളും 15 രൂപയ്ക്ക് നൽകും കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതും എപ്പീഷ്യൻ്റെ വേറെ ചുവപ്പ് പൂവുണ്ടാവുന്നതാണ്. അതിൻ്റെ ഓരോരോ തൈ 15 രൂപയ്ക്ക് നൽകും. ഇത് കുറുന്തോട്ടിയാണ്, മുറുകൂട്ടി എന്നും പറയും, കുറുന്തോട്ടി എന്നും പറയും. അത് 10 രൂപയ്ക്ക് ഒരു പോട്ടിൽ വെക്കാൻ മാത്രം നൽകും. ഇത് എപ്പീഷ്യൻ്റെ വേറൊരു ലീഫാണ്, അതിന് ചുവപ്പ് പൂവാണ്, പക്ഷേ ലീഫ് വ്യത്യാസമുണ്ട്. അതും 15 രൂപയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തരും. നല്ല ഭംഗിയാണ് കാണാൻ ലീഫ്. എപ്പീഷ്യ പൂവിനേക്കാട്ടും ഭംഗി അതിൻ്റെ ലീഫാണ് കേട്ടോ. എനിക്കിഷ്ടം അങ്ങനെയാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ചുവപ്പ് കളറ് ഇല ഉണ്ടാവുന്ന ക്രോട്ടൺ ചെടി കാണിച്ചില്ലേ, ആ ചെടി വലുതായാലും ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 40 രൂപയാണെന്ന്, അതിൻ്റെ ചെറിയ തൈയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇതിൽ ചുവപ്പും മഞ്ഞയും കൂടെ വരും, അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് അരേലിയൻ്റെ ഗോൾഡൻ അരേലിയാണ് കേട്ടോ. അതിൻ്റെ ചെറിയ തൈ 20 രൂപയ്ക്ക് നൽകും. വലിയ തൈ വേണ്ടവർക്ക് വലിയ തൈ ഉണ്ട് കേട്ടോ, ഇത്ര പോന്നെ. അത് വേണ്ടവർ മെസ്സേജ് ചെയ്താൽ മതി, അപ്പോൾ ആവശ്യക്കാർക്ക് തരും. നല്ല ഭംഗിയാണ്. നമ്മൾ നല്ലോണം കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കട്ട് ചെയ്തൊക്കെ നന്നായി വെച്ചാൽ നല്ല ഭംഗിയാണ്. ഈ ആന്തൂറിയം കണ്ടില്ലേ, മഴക്കാലത്തൊക്കെ നിറയെ പൂവാണ്. ആന്തൂറിയത്തിന് മഴ ഭയങ്കര ഇഷ്ടമാണ്. മഴയായാലും വേനലായാലും എപ്പോഴും നമ്മളെ വീടിൻ്റെ മുറ്റത്ത് പൂവുണ്ടാവും. ആന്തൂറിയോ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ കുഴിച്ചിട്ടാൽ പ്രത്യേക പരിചരണമൊന്നും വേണ്ട. കണ്ടില്ലേ, വേറെ എല്ലാ പൂക്കളും തൊഴിയൂലല്ലേ. റോസ് വേറെ എല്ലാ പൂക്കളും മഴ കൊള്ളുമ്പോൾ തൊഴിയും. ഇതൊന്നുമില്ല, ഒരു നല്ലതിൽ ആഘോഷിച്ച് നിൽക്കുകയാണ്. ഇത് സിങ്കോണിയാണ് കേട്ടോ. ഈ സിങ്കോണിയത്തിൻ്റെ ഓരോരോ തൈകളും ഞാൻ 20 രൂപയ്ക്ക് നൽകും കേട്ടോ. വലിയ തൈയാണ് കേട്ടോ. ഓരോരോ തൈയും നമുക്ക് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് എല്ലാം വെക്കാം കേട്ടോ. അതൊരു വാട്ടർ പ്ലാന്റ് ആണ്, മെക്സിക്കൻ സോഡ് എന്ന് പറയുന്നൊരു വാട്ടർ പ്ലാന്റ് ആണ്. കൊല കൊലയായിട്ട് വെള്ളപ്പൂ ഉണ്ടാവും.